ദർ ഇസ് നോ ഹെൽത്ത് വിത്തൗട്ട് മെൻ്റൽ ഹെൽത്ത്. ഇന്ന് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഇന്ന് SH വിഷനോടൊപ്പമുള്ളത് സാന്ത്വന ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ വർഗീസ് പുതുശ്ശേരിയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ മെൻ്റൽ ഹെൽത്തിനും പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇന്ന് ഒക്ടോബർ 10 മെൻ്റൽ ഹെൽത്ത് ഡേ ആണ് ഇൻ്റർനാഷണലായിട്ട്. ഓരോ വർഷവും WHO ഒരു തീം തരാറുണ്ട്. ഈ വർഷത്തെ തീം ആക്സസ് ടു സർവീസസ്, മെൻ്റൽ ഹെൽത്ത് ഇൻ കറ്റസ്ട്രോഫീസ് ആൻഡ് എമർജൻസീസ്. സേവനങ്ങളിലേക്കുള്ള പ്രവേശനം, ദുരന്തങ്ങളിലെയും അടിയന്തര സാഹചര്യങ്ങളിലെയും മാനസികാരോഗ്യം. സത്യത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതവും ഒരുതരം ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നത്, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, അതിജീവനത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മൾ പലപ്പോഴും പ്രളയം, ഭൂകമ്പം ഇതാണ് അതിജീവനത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിസന്ധികളുടെയൊക്കെ ഉദാഹരണമായിട്ട് കാണുന്നത്. പക്ഷെ അനുദിനം ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെ നമ്മൾ അതിജീവനത്തിലൂടെ കടന്നു പോകുന്നത്. ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും സത്യത്തിൽ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യമുണ്ട്, ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ മനസ്സിന് ആരോഗ്യമുണ്ട്. ഇത് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ മനസ്സെന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ബ്രെയിനിനെ ചുറ്റിപ്പറ്റിയാണ് പറയുന്നത്. പണ്ടൊക്കെ നമുക്ക് ഒരു ബ്രെയിനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ 2 ബ്രെയിൻ ഉണ്ടെന്നാണ് ന്യൂറോളജിസ്റ്റ് പറയുന്നത്. രണ്ടാമത്തേതിന് സെക്കൻഡറി ബ്രെയിൻ എന്ന് പറയുന്നത്, അത് ഗട്ട് ബ്രെയിൻ, അതായത് നമ്മുടെ വയറിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഏരിയയും. ആ ഭാഗത്തുനിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഡോപ്പാമിൻ, സെറോട്ടോണിൻ, ഇതിനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉൽപ്പാദിപ്പിച്ച് ബ്രെയിനിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ശരീരത്തിൻ്റെ വേദന അല്ലെങ്കിൽ കാലൊടിയുന്നതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും, പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ കാണും. പക്ഷേ മനസ്സ് ഒടിഞ്ഞാൽ, അതായത് ഉത്കണ്ഠ, വിഷാദരോഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു തോന്നലാണെന്നും അത് റിയൽ അല്ലെന്നും അത് അങ്ങനെ പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതല്ലെന്നുമാണ് പബ്ലിക് പറയുക. അപ്പോൾ അത് അങ്ങനെയല്ല. ശരീരത്തിന് ഉള്ളതുപോലെ തന്നെ മനസ്സിനും ഇതുപോലെ വ്യഥയും ആകാംക്ഷയും ഉത്കണ്ഠയൊക്കെ ഉള്ളത് നമ്മളെ വേദനിപ്പിക്കും. ആ വേദന റിയലാണ്. ഇതിൻ്റെ അവബോധം വളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർഷത്തിൽ ഒരു ദിവസം മാനസികാരോഗ്യ ദിനത്തിൻ്റെ അവയർനെസ് വളർത്താൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ച ചോദ്യം പോലെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മെൻ്റൽ ഹെൽത്ത്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയായിരിക്കും? ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓരോ നൂറ്റാണ്ടിനും ഓരോന്നിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ നൂറ്റാണ്ട് സ്ട്രെസ്സിൻ്റെ നൂറ്റാണ്ടാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടം നമ്മൾ യുദ്ധത്തെക്കുറിച്ച് കേൾക്കുന്നു, യുദ്ധം പടരുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സ്റ്റാൻഡ് കൊണ്ട്, ടാരിഫ് ടാക്സ് കൊണ്ട് എല്ലാ രാജ്യങ്ങളും അസ്വസ്ഥപ്പെടുന്നു. മൊത്തത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നോർമൽ അവസ്ഥ എന്ന് പറയുന്നത് മൊത്തത്തിൽ മാറുന്നു. അതുപോലെ തന്നെ ഇമിഗ്രൻസ്, അഭയാർത്ഥി നടക്കുന്നു. അപ്പോൾ മൊത്തം ഒരു ടെൻഷനിലാണ്. ജോലിയുള്ളവ ഇല്ലാതാകുന്നു. ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലും ജോലിയുടെ കുറവ് വരുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു. ജോലികൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞൊരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാനസികമായ സമ്മർദ്ദമാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യം എല്ലാ തരത്തിലും ഭയങ്കരമായ മാനസിക സമ്മർദ്ദം വ്യക്തികൾക്കും കുടുംബങ്ങളിലും സൊസൈറ്റികളിലും രാജ്യങ്ങളിലും ഒരുമിച്ചുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഇതിനെ അതിജീവിക്കാനുള്ള ഒരു പ്രകമ്പനം പോലെ, ഒരു ഭൂകമ്പം പോലെ, ഒരു പ്രളയം പോലെയുള്ള ഒരവസ്ഥയാണിത്. ഇതിനെ അതിജീവിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. ഓരോരുത്തരുടെയും മെൻ്റൽ ഹെൽത്ത് ഹൈജീൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഓരോ രാഷ്ട്രങ്ങളും കുടുംബങ്ങളും എല്ലാവരോടും ചേർത്ത് പിടിച്ച് മനസ്സിൻ്റെ സാന്നിധ്യം നിലനിർത്തി
ശാന്തതയോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്.